ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞാൻ രാവിലെ കുറച്ച് താമസിച്ചാട്ടോ എഴുന്നേറ്റ്. അതുകൊണ്ട് ചോറ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ ഇതുപോലെയാണ് ചെയ്യുന്നത്. വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കും. അരിയിട്ട പാത്രത്തിൽ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ ആ കലത്തിൽ. ഇനിയിപ്പോൾ ഈ വെള്ളം തിളച്ചിട്ട് വേണം ആ കലത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കനം കുറഞ്ഞ പാത്രമാട്ടോ, അടി കട്ടിയൊന്നും ഇല്ലാത്ത പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും. പിന്നെ വേഗം തിളയ്ക്കാൻ വേണ്ടി അടച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മത്തനും പയറും കൂടെ എരിശ്ശേരിയാണ് വെക്കുന്നത്. തേങ്ങായും പിന്നെ മഞ്ഞളും ജീരകവും ചെറിയുള്ളി വെളുത്തുള്ളി മുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വല്ലാതെ അങ്ങ് അരഞ്ഞു പോലെ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. പിന്നെ നാടൻ മത്തനാണേ, അതുകൊണ്ട് തൊലിയൊന്നും കളയാതെ അരിഞ്ഞ് എടുത്തേക്കുന്നത്. മത്തനും പയറും കൂടെ എരിശ്ശേരി വെക്കുമ്പം പച്ചമുളകും കാന്താരിയൊക്കെ അരച്ച് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഉണക്കമുളക് അരച്ച് ചേർക്കുമ്പം. ഇത് കടുക് വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. തേങ്ങായും ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ. വൻപയർ കുറച്ച് വെന്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മത്തൻ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചില്ല. വൻപയർ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് മത്തൻ വേവിക്കാൻ വെച്ചത്. ഇപ്പോൾ വൻപയർ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിനുള്ള വേവാ. പക്ഷേ ഇനി മത്തൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ വെന്ത് കുഴഞ്ഞ് വല്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ വൻപയർ എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. വൻപയർ വല്ലാതെ വെന്ത് പോയില്ലെങ്കിൽ മത്തനും കൂടെ വൻപയറിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ മത്തൻ തന്നെ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് വറുക്കാനുള്ളതിനകത്ത് കടുകൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് തേങ്ങായും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂപ്പിക്കുന്നുണ്ട്. ആ കൂടെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ കീറി ഇടണം കേട്ടോ. ഞാൻ നേരത്തെ ഇടാൻ വേണ്ടി മറന്നു പോയതാണ്. അതും കൂടെ കീറിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. വൻപയർ ഇടാതെ മത്തൻ തന്നെ ഇതുപോലെ എരിശ്ശേരി വെക്കും. പിന്നെ കായും പരിപ്പും കൂടെയും എരിശ്ശേരി വെക്കും കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ മത്തനും പയറും കൂടെ കുറച്ച് കുറുകിയ പരുവത്തിലാണ് വെക്കുന്നത്. ഇങ്ങനെ അല്ലാതെ ചാറായിട്ടും വെക്കാൻ പറ്റും. ചാറായിട്ട് വെക്കുമ്പോൾ തേങ്ങ കുറച്ചുകൂടെ അരച്ച പരുവത്തിലാക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് തരിതരിപ്പായിട്ടല്ലേ അരച്ചെടുത്തേക്കുന്നത്. മത്തൻ വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പയറും അരപ്പും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചു. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കുവാണേ. പിന്നെ കുറച്ച് ചെറിയ കിളിമീൻ ചേട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ തലേദിവസം തന്നെ വെട്ടി കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചേക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ. അത് വറക്കാനും വെച്ചിട്ടുണ്ട്. രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് പുഴുങ്ങി അതിൻ്റെ കൂടെ നല്ല കുഞ്ഞൻ തക്കാളി ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ ആയാലും പിന്നെ കപ്പ ചേമ്പ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഈ തക്കാളി കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ കുഞ്ഞൻ തക്കാളി എന്നാണ് പറയുന്നത്. ഇതിന് കാട്ടു തക്കാളി എന്നും പേര് പറയും. പിന്നെ ചെറിയുള്ളിയും കാന്താരി മുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സാക്കിയാൽ ചമ്മന്തി റെഡിയാവും. ഞാനിപ്പോൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കിയേ. ഇടികല്ല് ഒക്കെ ഉണ്ടെങ്കിൽ ഇടികല്ലിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. ചെറിയുള്ളിയും കാന്താരിയും തക്കാളിയും ഒക്കെ. പിന്നെ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ മതിയേ. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഓരോന്നായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പൂവീച്ചയുടെ ശല്യമൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. ഒരു കുഞ്ഞി കുഞ്ഞി ഈച്ചയില്ലേ, അതിൻ്റെ ശല്യമൊക്കെ ഇനി ഭയങ്കര കൂടുതലായിരിക്കും. ചക്കയും മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചേച്ച് വേഗം ഒന്ന് മേശയൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചു. ഈച്ച ശല്യം ഒരുപാട് കൂടുതലാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. ഇതിങ്ങനെ തുറന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഈച്ച അതെല്ലാം ഇങ്ങനെ വന്ന് പിടിച്ച് ഇരിക്കും കേട്ടോ, പറ്റിപ്പിടിച്ചിരിക്കും. അതൊരു പശയുണ്ട്, ആ പശയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പറന്ന് രക്ഷപ്പെട്ട് പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ചക്കയോ മാങ്ങയോ ഒക്കെ അല്ലെങ്കിൽ ചെറുപഴമൊക്കെ കൊണ്ടുവെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈച്ചയുടെ ശല്യം. ഞാൻ ചക്കയും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അത് അന്നേരം തന്നെ വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെക്കും. ആവശ്യമുള്ളപ്പോൾ അത് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെക്കും. നന്നായിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് തണുപ്പ് മാറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ എടുക്കാമല്ലോ. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയും വേസ്റ്റുകളെല്ലാം പുറത്തു കൊണ്ട് കളയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ ഈച്ച ശല്യമൊക്കെ കുറയ്ക്കാം. പിന്നെ വെള്ളനനവ് ഉള്ള സ്ഥലത്തൊക്കെ ഈച്ച ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളനനവ് ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ മേടിക്കുമ്പോൾ പൊട്ടിയതും ചതഞ്ഞതും പഴുത്തു പോയതും ഒന്നും മേടിക്കാതെ പഴുക്കാൻ തുടങ്ങുന്നത് മേടിക്കണം. എന്നിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് തീർക്കുകയും ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം, ബാക്കിയുള്ളതൊക്കെ അടച്ച് വെക്കുകയും ചെയ്താൽ മതി കേട്ടോ. പിന്നെ പറമ്പിലൊക്കെ ഒത്തിരി ചക്കയും മാങ്ങയൊക്കെ വീണ് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ ഭയങ്കര പൂവീച്ചയുടെ ശല്യമായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ ശല്യം കുറയ്ക്കാം.
വേനൽക്കാലം ആയതുകൊണ്ട് അരി കഴുകുന്നതും പച്ചക്കറി കഴുകുന്നതും ഒക്കെ ആയിട്ടുള്ള വെള്ളം വെറുതെ കളയാതെ ഇങ്ങനെ പഴയ ബക്കറ്റിൽ ഒഴിച്ചു വെക്കും, ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അക്കുവിന് സ്കൂളിൽ കളർ ഡ്രസ്സൊന്നും ഇടത്തില്ല. അവൾക്ക് ക്ലാസ് ഉള്ള ദിവസം എല്ലാം യൂണിഫോം വേണം. അവളുടെ യൂണിഫോമിൻ്റെ ഷർട്ടാണെങ്കിൽ വെള്ള കളറുമാണ്. അത് നന്നായിട്ട് മുഷിഞ്ഞിട്ടാണ് കേട്ടോ എന്നും വൈകുന്നേരം കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വല്ലപ്പോഴും ഒക്കെ അലക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ സാധാരണ അലക്കുന്ന പോലെ തന്നെ അലക്കും. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ്, നമ്മൾ അലക്കാൻ എടുക്കുന്ന ലിക്വിഡ് ഒഴിക്കും. കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് സാധാരണ അലക്കുന്ന പോലെ തന്നെ അലക്കിയെടുക്കുവേ. അന്നേരം നന്നായിട്ട് വെളുത്ത് കിട്ടും. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യണം, എന്നാലേ അത് വെളുത്ത് ഒരു കളറായി വരത്തുള്ളൂ. അല്ലെങ്കിൽ മങ്ങിയ കളറും അഴുക്ക് പിടിച്ച പോലെയൊക്കെ ആയിരിക്കും. 2 വെള്ളയുടുപ്പും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുത്തി തിരുമ്മി എടുക്കുക. അഴുക്ക് ഒരുപാടുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ടൊക്കെ ഉരച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. അലക്കാൻ പറ്റുന്ന ഡ്രസ്സാണെങ്കിൽ അലക്കിയും എടുക്കാം. നല്ലതുപോലെ അഴുക്കുള്ള ഡ്രസ്സാണെങ്കിൽ അലക്കുകാരം കടയിൽ മേടിക്കാൻ കിട്ടുവേ. അത് ശകലം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഈ വെള്ള ഡ്രസ്സുകളൊക്കെ മുക്കി വെച്ചിട്ട് ഇതുപോലെ അലക്കി എടുത്താൽ മതി, നന്നായിട്ട് വെളുത്ത് കിട്ടും. പണ്ട് വല്യമ്മച്ചിയൊക്കെ സോപ്പിൻ കായ ഉണ്ടല്ലോ, ഇപ്പോൾ സോപ്പിൻ കായൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. പണ്ടൊക്കെ കണ്ടതാണ്, ഞാനിപ്പോൾ ഒത്തിരി വർഷങ്ങളായി അതൊക്കെ കണ്ടിട്ട് തന്നെ. ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ സോപ്പിൻ കായ ഇതുപോലെ വല്യമ്മച്ചി നല്ലോണം വെള്ളത്തിൽ കലക്കി അതിനകത്ത് വെള്ള തുണികളൊക്കെ മുക്കി വെച്ച് അലക്കിയെടുക്കുമായിരുന്നു, നല്ലതായിട്ട് വെളുത്ത് കിട്ടുമായിരുന്നു. ഞാൻ തുണിയൊക്കെ അലക്കി കഴിഞ്ഞു. പശ മുക്കേണ്ട ഡ്രസ്സുകളാണെങ്കിൽ പശയൊക്കെ മുക്കി ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, നേരത്തെ കാണിച്ച കളറേ അല്ല, നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലൊക്കെ മുക്കിയൊക്കെ വെച്ചതുകൊണ്ട് അഴുക്കൊക്കെ ഇറങ്ങി നന്നായിട്ട് വെളുത്ത് കിട്ടും. പിന്നെ തൽക്കാലം ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ഒരു ഹാങ്കറിൽ തൂക്കിയിട്ടതാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉജാല മുക്കുവാണെങ്കിൽ ഒരുപാട് ഉജാല എടുത്ത് അത് കലക്കി മുക്കരുത്, ലൈറ്റായിട്ടുള്ള രീതിയിൽ മുക്കാവുള്ളൂ കേട്ടോ. വെള്ള ഡ്രസ്സുകൾ മാത്രമല്ല, ഒരുപാട് അഴുക്കുള്ള കളർ ഡ്രസ്സും പിന്നെ കൈക്കുള്ള തുണികൾ, തോർത്ത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ പുഴുങ്ങി അലക്കാറുണ്ട്. അതൊക്കെ കുറച്ച് ബാരസോപ്പ് മുറിച്ച് പഴയൊരു കലത്തിൽ ബാരസോപ്പ് മുറിച്ച് ഇട്ടിട്ടാണ് പുഴുങ്ങുന്നത്. എന്നിട്ട് സാധാരണ പോലെ അലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബാരസോപ്പ് ഏതാണേലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഡോക്ടർ വാഷിൻ്റെ ബാരസോപ്പാണ് മേടിക്കുന്നത്. എനിക്ക് വേറെ ബാരസോപ്പുകളൊന്നും പറ്റത്തില്ല, കൈക്ക് അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ഡോക്ടർ വാഷിൻ്റെ ബാരസോപ്പാട്ടോ മേടിക്കുന്നത്. അതാണ് ഞാൻ മുറിച്ച് ഇടുന്നത്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് അടിക്കണം, അല്ലെങ്കിൽ മൊത്തം പൊളിഞ്ഞു വരും അല്ലേ. ആ മഴക്കാലത്തിന് മുമ്പ് അടിക്കണം, അല്ലെങ്കിൽ മൊത്തം ജോലി ആയിരിക്കും. അപ്പോൾ അതിപ്പോൾ മേടിച്ചു എത്ര എടുത്തു? 800? അലക്കുമ്പോൾ പോവോ? 16 പീസിന് 8 പീസിന് 800 രൂപ. അപ്പോൾ ഒരു പീസിന് 100. ആ മുക്കി നോക്കിയോ? അലക്കുമ്പോ പോയില്ലെങ്കിൽ നല്ലതാ അല്ലേ ആ വിലക്ക്? ഞാൻ ഇങ്ങനത്തെ വരുന്ന ആൾക്കാരൊന്നും മേടിക്കില്ല, എനിക്ക് പേടിയാ. അലക്കുമ്പോ അങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ വെറുതെ പൈസ പോകുകയല്ലേ. ആ പൈസക്ക് നഷ്ടമില്ല, അലക്കുമ്പോ പോകാതിരുന്നാ മതി. അച്ഛനൊന്നും മേടിച്ചായിരുന്നോ? അച്ഛൻ പക്ഷേ ഇച്ചിരി വില കൂട്ടില്ലേ മേടിച്ചേ? അച്ഛനെ വല്ലതും പറ്റിച്ച്. ഞാനും ഉണ്ടായിരുന്നു അന്ന് അവിടെ. 500 അങ്ങനെ കൊടുത്തു, 500 അങ്ങോട്ട് കൊടുത്തു. അച്ഛനും മക്കളും തന്നെയായിരുന്നു. അവിടെ ഒത്തിരി പൊക്കമുള്ളൊരു ഭാഗമല്ല, അതിനെ കൊണ്ടിട്ടതാ. ഇനി എന്താ അറിയത്തില്ല, പോകും ഞാൻ നട്ടിട്ട് അവസാനം തീറ്റെടുത്തിട്ടോടി. ഹിന്ദിക്കാർ 2 പേര് പുതപ്പും കൊണ്ട് ഇതിലേ വന്നായിരുന്നേ, ഞാൻ മേടിച്ചില്ല. അപ്പം നമ്മുടെ താഴെയുള്ള വീട്ടുകാർ പുതപ്പ് മേടിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറയാം കേട്ടോ. ആദ്യം 2000 രൂപയൊക്കെ പറഞ്ഞെങ്കിലും വില പേശി അവസാനം 800 രൂപയ്ക്ക് 8 പീസ് കൊടുത്തു എന്നൊക്കെ പറയുമായിരുന്നേ.
ഇന്നത്തെ ചെറിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.